ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഗോൾ ക്രാക്കർ. ഇതുവരെ നമ്മൾ ഇന്ത്യൻ റിനേസൻസിലെ ഒരുപാട് ലീഡേഴ്സിനെ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ വിമൻ ലീഡേഴ്സിലെ ആനി ബസന്റിനെ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ബാക്കി ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വുമൻ ലീഡേഴ്സ് എന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, മാഡം ഭിക്കാജി കാമ. ദ മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? മാഡം ഭിക്കാജി കാമയാണ് മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ. ഇന്ത്യൻ റവല്യൂഷന്റെ അമ്മയായിട്ട് കരുതപ്പെടുന്നത് ഭിക്കാജി കാമയാണ്. ദ ഇന്ത്യൻ വുമൻ ലീഡർ ഹു ഹോസ്റ്റഡ് ഫ്ലാഗ് അറ്റ് ദ ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ഇൻ സ്റ്റുട്ട്ഗർട്ട്, ജർമ്മനി. ജർമ്മനിയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് ഇന്ത്യൻ ഫ്ലാഗ് ആദ്യമായിട്ട് ഉയർത്തിയ വനിതയാണ് മാഡം ഭിക്കാജി കാമ. വർഷം ഓർത്തിരിക്കുക, 1907. The newspaper Bande Mataram was started by Bikaji Kama. Bikaji Kama start ചെയ്ത ഒരു ന്യൂസ് പേപ്പർ ആണ് ബന്ദേ മാതരം. വന്ദേ മാതരം അല്ല, ബന്ദേ മാതരം. The organization which was founded by Bikaji Kama, R.S. Rana and V.P.S. Iyer. ഇവർ 3 പേർ ചേർന്ന് രൂപീകരിച്ച ഒരു ഓർഗനൈസേഷൻ ആണ് പാരീസ് ഗ്രൂപ്പ്. ആരൊക്കെയാണ്? ഭിക്കാജി കാമ, R.S. റാണ, V.P.S. അയ്യർ. ഇത്ര പോയിന്റ് മാത്രമേ ഉള്ളൂ ഭിക്കാജി കാമയെ കുറിച്ച്. ഒന്നും കൂടി ഓർത്തിരിക്കുക. മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് 1907 ഇന്ത്യൻ ഫ്ലാഗ് ആദ്യമായി ഉയർത്തിയത്. ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് വെച്ചാണ് അത് ഉയർത്തിയത്. ഭിക്കാജി കാമ സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പറാണ് ബന്ദേ മാതരം. അതേപോലെ അവർ രൂപീകരിച്ച ഒരു ഗ്രൂപ്പാണ് പാരീസ് ഗ്രൂപ്പ്. 3 പേർ ചേർന്നിട്ടാണ് R.S. റാണ, V.P.S. അയ്യർ ആൻഡ് ഭിക്കാജി കാമ. നെക്സ്റ്റ്, സരോജിനി നായിഡു. സരോജിനി നായിഡു ബോൺ ഓൺ ഫെബ്രുവരി 13, 1879. വർഷം പ്രാധാന്യമില്ല അവർ ജനിച്ച, പക്ഷെ നമുക്ക് ആ ദിവസത്തെ പ്രാധാന്യമുണ്ട്. ഫെബ്രുവരി 13. നാഷണൽ വിമൻസ് ഡേ ഇസ് ഒബ്സർവ് ഓൺ ഫെബ്രുവരി 13. ഫെബ്രുവരി 13 ആണ് നാഷണൽ വിമൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, മാർച്ച് 8 എന്താണ്? അത് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. ഇത് നാഷണൽ വിമൻസ് ഡേ ആണ്. സരോജിനി നായിഡുവിന്റെ ബർത്ത്ഡേ. സരോജിനി നായിഡുവിന്റെ വീട്ടു പേരാണ് ഗോൾഡൻ ത്രഷോൾഡ്. ഈ ഗോൾഡൻ ത്രഷോൾഡിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കളക്ഷൻ ഓഫ് ദ പോയംസ് ഓഫ് സരോജിനി നായിഡു പബ്ലിഷ്ഡ് ഇൻ 1905. വീട്ടുപേരും അവരുടെ കാവ്യ സമാഹാരത്തിന്റെ പേരും ഒന്നാണ്, ഗോൾഡൻ ത്രഷോൾഡ്. പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് സരോജിനി നായിഡു. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സരോജിനി നായിഡുവിന്റെ പൊളിറ്റിക്കൽ ടീച്ചർ. മുഹമ്മദ് അലി ജിന്ന വാസ് ഡിസ്ക്രൈബ് ആസ് ദ പ്രോഫറ്റ് ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ബൈ സരോജിനി നായിഡു. മുഹമ്മദ് അലി ജിന്നയെ പ്രോഫറ്റ് ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. The earlier poems of Sarojini Naidu were published in The Indian Ladies. ഇന്ത്യൻ ലേഡീസ് ആണ് ഇതിനു മുമ്പ്, ഗോൾഡൻ ത്രഷോൾഡിന് മുമ്പ് പബ്ലിഷ് ചെയ്ത പോയം. The collection of poems of Sarojini Naidu published posthumously in 1961. 1961 അവരുടെ മരണശേഷം, അവരെന്താണ് മരിച്ചത്? മാർച്ച് 2, 1949. അതിനുശേഷം 1961 അവരുടെ മറ്റൊരു കാവ്യ സമാഹാരം കൂടി പബ്ലിഷ് ചെയ്തു. അതിന്റെ പേരാണ് ദ ഫെദർ ഓഫ് ഡോൺ. ഫെദർ ഓഫ് ഡോൺ. ഓക്കെ. നെക്സ്റ്റ്, ദ ടൈറ്റിൽ ഓഫ് നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ വാസ് ഗിവൺ ടു സരോജിനി നായിഡു ബൈ ഗാന്ധിജി. ഗാന്ധിജിയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത്. The title Mickey Mouse was given to ഗാന്ധിജി. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചതാരാണ്? സരോജിനി നായിഡു. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് INC, സരോജിനി നായിഡു. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ, INC പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ടുള്ള വനിതയാണ് സരോജിനി നായിഡു. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വിമൻ ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആനി ബസന്റ്. ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ആരാണെന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ് ആൻസർ. ഫസ്റ്റ് വുമൻ ടു ബിക്കം ദ ഗവർണർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്, സരോജിനി നായിഡു. ഫസ്റ്റ് വിമൻ ഗവർണർ ആണ് സരോജിനി നായിഡു. ഓർത്തിരിക്കുക, ഫസ്റ്റ് വിമൻ ഗവർണർ ആണ്, വനിതാ ഗവർണർ ആയതാണ് സരോജിനി നായിഡു. മേജർ വർക്ക്സ് ഓഫ് സരോജിനി നായിഡു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഗോൾഡൻ ത്രഷോൾഡ്. നെക്സ്റ്റ് ദ ഫെദർ ഓഫ് ഡോൺ, അതും പറഞ്ഞതാണ്. ദ ബേർഡ് ഓഫ് ടൈം,
ദ ബ്രോക്കൺ വിങ്സ്. 4 വർക്ക് പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ്സ്, ദ ഫെദർ ഓഫ് ഡോൺ. 4 വർക്കാണ് സരോജിനി നായിഡുവിൻ്റെത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫെബ്രുവരി 13, 1879 അവർ ജനിച്ച വർഷമാണ്. വർഷത്തിന് പ്രാധാന്യമില്ല, പക്ഷെ ആ ഒരു ദിവസം നമ്മൾ നാഷണൽ വിമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അവരുടെ വീട്ടുപേരും കാവ്യ സമാഹാരത്തിന്റെ പേരും ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ്. അവരുടെ കളക്ഷൻ ഓഫ് പോയംസ് ആണ് ദ ഫെദർ ഓഫ് ഡോൺ എന്ന പേരിലാണ്. മരണശേഷം ഇറക്കിയതാണ് 1961 ഈ ഒരു കാവ്യസമാഹാരം പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, രാജ്കുമാരി അമൃത് കൗർ, ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ദ സെൻട്രൽ ക്യാബിനറ്റ്. സെൻട്രൽ ക്യാബിനറ്റിലെ ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ആണ് രാജ്കുമാരി അമൃത് കൗർ. ക്വസ്റ്റ്യൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആരോഗ്യ മന്ത്രി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ രാജ്കുമാരി അമൃത് കൗർ ആണ്. ഫസ്റ്റ് വുമൻ ടു ഹോൾഡ് ദ ക്യാബിനറ്റ് റാങ്ക്, രാജ്കുമാരി അമൃത് കൗർ. ഫസ്റ്റ് ഏഷ്യൻ വുമൻ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് വേൾഡ് ഹെൽത്ത് അസംബ്ലി. വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലെ ആദ്യ വനിതാ പ്രസിഡന്റായ വ്യക്തിയാണ് രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗർ became the president of All India Women's Conference in 1933. 1933 ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിൽ പ്രസിഡന്റായ വ്യക്തിയാണ് രാജ്കുമാരി അമൃത് കൗർ. The person who took the initiative for the establishment of All India Institute of Medical Science in New Delhi. നിർമ്മിക്കാൻ കാരണമായ അതിന് പ്രധാനമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ് രാജ്കുമാരി അമൃത് കൗർ. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി. ഫസ്റ്റ് പ്രസിഡന്റും എയിംസിലെ ഫസ്റ്റ് പ്രസിഡന്റും രാജ്കുമാരി അമൃത് കൗർ ആണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞത്? ഫസ്റ്റ് സെൻട്രൽ ക്യാബിനറ്റ് ഹെൽത്ത് മിനിസ്റ്റർ ആണ് രാജ്കുമാരി അമൃത് കൗർ. ക്യാബിനറ്റ് റാങ്ക് നേടിയ ആദ്യത്തെ വനിതയാണ്. പ്രസിഡന്റ് ഓഫ് വേൾഡ് ഹെൽത്ത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ പ്രസിഡന്റായി. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് നടന്നത് 1933 അതിന്റെയും പ്രസിഡന്റ് രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ പ്രസിഡന്റുമാണ്. ആ ഒരു എയിംസിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് രാജ്കുമാരി അമൃത് കൗർ. നെക്സ്റ്റ്, വിജയലക്ഷ്മി പണ്ഡിറ്റ്. അവരുടെ ആദ്യകാല നാമം ഓർത്തിരിക്കുക, സ്വരൂപ് കുമാരി. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഹോൾഡ് എ ക്യാബിനറ്റ് പോസ്റ്റ് ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ക്യാബിനറ്റ് പോസ്റ്റ് അലങ്കരിച്ച ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ആണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് വാസ് എലക്ടഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫ്രം ദ യുണൈറ്റഡ് പ്രൊവിൻസ് ഇൻ 1946. 1946 വിജയലക്ഷ്മി പണ്ഡിറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നാണ് അവരെ എലക്ട് ചെയ്തത്. ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് UN ജനറൽ അസംബ്ലി ഇൻ 1953. 1953 UN ജനറൽ അസംബ്ലിയിൽ ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ പലതവണ PSC റിപ്പീറ്റ് ചെയ്തതാണ്. UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത ആരാണെന്നാണ് ചോദ്യം. വിജയലക്ഷ്മി പണ്ഡിറ്റ്. മേജർ വർക്ക്സ് ഓഫ് വിജയലക്ഷ്മി പണ്ഡിറ്റ്: Present Day, The Evolution of India, So I Became a Minister, A Study of Nehru. ഈ 4 ബുക്ക് പ്രധാനപ്പെട്ടതാണ്. അതില് നമ്മൾ എന്താണ് വിജയലക്ഷ്മി പണ്ഡിറ്റിനെ കുറിച്ച് പറഞ്ഞത്? സ്വരൂപ് കുമാരി എന്ന് ആദ്യകാല നാമം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് 1946 എലക്ട് ചെയ്തു. UN ജനറൽ അസംബ്ലിയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയത് 1953. Present Day, The Evolution of India, A Study of Nehru, So I Became a Minister. ഇങ്ങനെ 4 വർക്കും വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെതാണ്. നെക്സ്റ്റ്, ദുർഗാബായി ദേശ്മുഖ്. ഓട്ടോബയോഗ്രഫി ഓഫ് ദുർഗാബായി ദേശ്മുഖ്, ചിന്താമൻ ആൻഡ് ഐ. ദുർഗാബായി ദേശ്മുഖിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ചിന്താമൻ ആൻഡ് ഐ. ഫസ്റ്റ് വുമൻ ടു ബിക്കം ദ മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ മെമ്പറായ ആദ്യ വനിതയാണ് ദുർഗാബായി ദേശ്മുഖ്. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് ഇൻ 1953. 1953 സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ പ്രസിഡന്റായ വ്യക്തിയും ദുർഗാബായി ദേശ്മുഖ് ആണ്. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് വിമൻസ് എഡ്യൂക്കേഷൻ ഇൻ 1958. 1958
നാഷണൽ കൗൺസിൽ ഓഫ് വിമൻ എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് ചെയർപേഴ്സണും ദുർഗാബായി ദേശ്മുഖ് ആണ്. ഫോർ ദ ലിബറേഷൻ ഓഫ് വിമൻ ആന്ധ്ര മഹിളാ സഭ വാസ് ഫൗണ്ടഡ് ബൈ ദുർഗാബായി ദേശ്മുഖ്. സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി ദുർഗാബായി ദേശ്മുഖ് തുടങ്ങിയ സംഘടനയാണ് ആന്ധ്ര മഹിളാ സഭ. The award which is given by Central Social Welfare Board, ദുർഗാബായി ദേശ്മുഖ് അവാർഡ് ഫോർ വിമൻ ഡെവലപ്മെന്റ്. സ്ത്രീ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അവരുടെ പേരിൽ ഒരു അവാർഡ് ഉണ്ട്. അതിൽ പേര് ഓർക്കുക, ദുർഗാബായി ദേശ്മുഖ് അവാർഡ് ഫോർ വിമൻ ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്? ചിന്താമൻ ആൻഡ് ഹൈ എന്നാണ് അവരുടെ ഓട്ടോബയോഗ്രഫി. പ്ലാനിംഗ് കമ്മീഷന്റെ മെമ്പർ ആയിരുന്നു. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിലെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ്. നാഷണൽ കൗൺസിൽ ഫോർ വിമൻ എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആണ്. ആന്ധ്ര മഹിളാ സഭ രൂപീകരിച്ചു. നെക്സ്റ്റ്, അരുണ ആസിഫ് അലി. ദ ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് ഭാരത് രത്ന പോസ്റ്റ്മസ്ലി ഇൻ 1997. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത് രത്ന ലഭിച്ച ആദ്യ വനിതയാണ് അരുണ ആസിഫ് അലി. The woman who got Lenin Prize for Peace in 1964. 1964 അരുണ ആസിഫ് അലി ലെനിൻ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിനുള്ള ലെനിൻ പ്രൈസ് നേടിയത് 1964. അരുണ ആസിഫ് അലി appeared in the Indian Postage Stamp in 1998. അരുണ ആസിഫ് അലി ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1998 ആണ്. വർഷം പ്രാധാന്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. The person who raised the Indian flag at the time of Quit India movement in 1942. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയ വ്യക്തിയാണ് അരുണ ആസിഫ് അലി. അപ്പൊ നമ്മളെന്താ പറഞ്ഞ ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അരുണ ആസിഫ് അലിയാണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ വനിതയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് 1997. ലെനിൻ പ്രൈസ് ഫോർ പീസ് ലഭിച്ചത് 1964. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയ വനിതയാണ് അരുണ ആസിഫ് അലി. നെക്സ്റ്റ്, സുശീല നെയ്യാർ. ദ ഹെൽത്ത് മിനിസ്റ്റർ ഇൻ ദ മിനിസ്ട്രി ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു മിനിസ്ട്രിയിലെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. ദ പ്രൈവറ്റ് ഡോക്ടർ ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ പ്രൈവറ്റ് ഡോക്ടർ ആയിരുന്നു സുശീല നെയ്യാർ. ദ ക്യാമ്പയിനർ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിന്റെ ക്യാമ്പയിനറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദ വുമൻ ലീഡർ ഹു വാസ് ഇംപ്രിസൺ ഇൻ ആഗാഖാൻ പാലസ് അറ്റ് ദ ടൈം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് ആഗാഖാൻ പാലസിൽ തടവിലാക്കപ്പെട്ട വുമൻ ലീഡറാണ് സുശീല നെയ്യാർ. മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇൻ സേവാഗ്രാം വാസ് ഫൗണ്ടഡ് ബൈ സുശീല നെയ്യാർ. സേവാഗ്രാമിൽ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രൂപീകരിച്ച വ്യക്തിയാണ് സുശീല നെയ്യാർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് മിനിസ്റ്റർ രാജ്കുമാരി അമൃത് കൗർ പറഞ്ഞു, അത് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. സുശീല നെയ്യാർ ജവഹർലാൽ നെഹ്റു മിനിസ്ട്രിയിലെ ഹെൽത്ത് മിനിസ്റ്റർ ആണ്. അത് ഓർത്തിട്ട് മാറിപ്പോവരുത്. പ്രൈവറ്റ് ഡോക്ടർ ഓഫ് ഗാന്ധിജി, ക്യാമ്പയിനർ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സേവാഗ്രാമിൽ രൂപീകരിച്ചു. അവരുടെ പ്രധാനപ്പെട്ട ബുക്ക് ഓർത്തിരിക്കുക, സ്റ്റോറി ഓഫ് ബാപ്പൂസ് ഇംപ്രിസൺമെന്റ്, ഫാമിലി പ്ലാനിംഗ് ഇൻ ഗാന്ധിജീസ് മിറർ. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ. നെക്സ്റ്റ്, ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മി സഹ്ഗാൾ. ദ വുമൻ ഫ്രീഡം ഫൈറ്റർ ഹു വാസ് നോൺ ആസ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വിമൻ ഫ്രീഡം ഫൈറ്റർ ആണ് ക്യാപ്റ്റൻ ലക്ഷ്മി സഹ്ഗാൾ. ദ ഓൺലി വുമൻ ഇൻ ദ ആസാദ് ഹിന്ദ് ഫൗജ് ഫൗണ്ടഡ് ബൈ നേതാജി. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ആസാദ് ഹിന്ദ് ഫൗജിലെ ഒരേ ഒരു വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. The women leader who fought at South East Asian regions for the freedom of India. ക്യാപ്റ്റൻ ലക്ഷ്മി ഏത് ഭാഗത്താണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലാണ് അവരുടെ പ്രവർത്തന മേഖല. The opposition candidate of APJ Abdul Kalam in the presidential election. പ്രസിഡൻഷ്യൽ ഇലക്ഷനില് APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഈ ക്യാപ്റ്റൻ ലക്ഷ്മി നമുക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആനക്കരയിലെ വടക്കേത്ത് ഫാമിലിയിലെ അംഗമാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. അമ്മു സ്വാമിനാഥൻ, AV കുട്ടിമാളു അമ്മ, ഇവരുടെയൊക്കെ നമ്മൾ കേരള റിനൈസൻസ് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അറിയും. അപ്പോൾ
മലയാളിയായ ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സഹഗാർ. ഓർത്തിരിക്കുക. ഇത്രയൊക്കെയാണ് ഇന്ത്യൻ വിമൻ ലീഡേഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്. ഇതോടുകൂടി റിനൈസൻസ് എന്ന പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കേരള റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് അത് സോഷ്യൽ സയൻസിലാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അത് അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. താങ്ക് യു.